ചാക്കോ പ്രസിഡൻ്റായി അസോസിയേഷൻ്റെ ഭദ്രദീപ് കൊളുത്തി തുടങ്ങിയ ഈ അസോസിയേഷന് ഇന്ന് 50 വയസ്സ് തികയുകയാണ്. ഇത് മലയാളിയുടെ അഹങ്കാരമാണ്. ഇത് ഈ വെസ്റ്റേൺ മലയാളികളുടെ അഹങ്കാരമാണ്. വെസ്റ്റേൺ മലയാളികളുടെ ഓണാഘോഷമാണിത്. അംഗബലം കൊണ്ടും ആൾബലം കൊണ്ടും ഇന്ന് ഈ സംഘടന മുൻനിരയിലാണ് നിൽക്കുന്നത്. അമേരിക്കയിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇതിൻ്റെ പ്രസിഡൻ്റാകാൻ സാധിച്ചത് എന്ന് പറയുന്നത് 50ാമത്തെ വർഷം ഇതിൻ്റെ പ്രസിഡൻ്റാകാൻ സാധിച്ചതെന്ന് പറയുന്നത് വലിയൊരു ദൈവകൃപയാണ്. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ ടീമുകളെല്ലാമാണ് ഇതിനകത്തുള്ളത്. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ സെക്രട്ടറി നിരീഷ്, DOT ചെയർ എന്നോട് നിൽക്കുന്നു, KJ ഗ്രിഗറി, ഞങ്ങളുടെ ട്രഷറർ അലക്സാണ്ടർ വർഗീസ്, ഇതിൻ്റെ കോർഡിനേറ്റർ ടെർസൺ തോമസ്, ജോ ഡാനിയൽ ഈസ് അവർ ജോയിൻറ്റ് സെക്രട്ടറി. കേരളമെമ്പാടും ഓണാഘോഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് അമേരിക്കൻ മലയാളികളും ഓണം ആഘോഷിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും വെസ്റ്റേഴ്സിൻ്റെ പേരിലും വെസ്റ്റേഴ്സ് മലയാളി അസോസിയേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഉള്ള ഓണാഘോഷ ആശംസകൾ.
സ്നേഹമുള്ള പ്രജകൾക്കും ക്രിസ്മസുകൾ നേർന്നുകൊണ്ടും എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ ഇവിടെ വാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞാൻ ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളു. അതോടൊപ്പം ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത പല വ്യക്തികളും ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുണ്ട്. അവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ്റെ നാമത്തിലും വൈസ് പ്രസിഡൻറ്റ് എന്ന നിലയിൽ എൻ്റെ നാമത്തിലും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക്
Neither Ann Abraham, Helani Matthew Chako, Needu Cherian, Shalu Liju, Sunita Thomas, Needu Kuriakos, Sherin Sarah Thomas, Minnie Abraham, Nita Woman, Jinisha Abraham, Tushara Sujit, Siti John, Needu Abraham, Tindu George, Nima George. Nallare kaiyodu please. വെൽക്കം സ്പീച്ച് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് തോമസ് കോശി ആണ്. ഹീസ് എ ബിസിനസ് മാൻ ആൻഡ് ഹീസ് എ പ്രോമിനന്റ് ലീഡർ ഇൻ ദ കമ്മ്യൂണിറ്റി, എ സ്ട്രോങ് കമ്മ്യൂണിറ്റി അഡ്വക്കേറ്റ് ടു. 2004-2012 വർഷങ്ങളിൽ വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതോടൊപ്പം ഇത് തേർഡ് ടൈമാണ് പ്രസിഡൻ്റ് ആകുന്നത്. ആൻഡ് ബോർഡ് ഓഫ് കൗണ്ടി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനായി കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുന്നു. ആൻഡ് ഹി ഈസ് ആൾസോ എ മെമ്പർ ഓഫ് കൗണ്ടി ഫെയർ ഹൗസിംഗ് ബോർഡ് ടു. ആൻഡ് ഹി ഈസ് ദ ഫൗണ്ടിംഗ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ട്രൈ സ്റ്റേറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ്. ഇങ്ങനെ വിവിധമായ കമ്മ്യൂണിറ്റി കാര്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. വളരെ സ്നേഹത്തോടെ മിസ്റ്റർ തോമസ് കോശി ഇന്നത്തെ മീറ്റിംഗിൽ വെൽക്കം സ്പീച്ചിനും പ്രസിഡന്റ് അഡ്രസ്സിനും വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. Honorable County Executive Ken Jenkins, he is not here right now, he is expected to be here very soon. Honorable State Senator and our friend Shirley B. Mayer, Fokana leaders, former leaders, our BOT chair Mr. K.J. Gregory, and Asian American Republican Chair Mr. Hari Singh, former Pokana International Coordinator Mr. Paul Gargapalli, Westchester Rockland County Legislator Dr. Annie Paul. And I believe that if I am going to mention anybody's name, it's going to be a big task. So with that, let me tell you, welcome you all. Let me first of all thank you all for coming for this beautiful day. And with that, our English-speaking audience, Honorable Shirley Mayer, according to the protocol, I'm supposed to speak in Malayalam. So with your permission,
I'm going to start in Malayalam. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. 1975 നമ്മളെ വിട്ടുപോയ പ്രസിഡന്റ് M.V. ചാക്കോ, ഭദ്രദീപം കൊളുത്തി തുടങ്ങിയ സംഘടന ഇന്ന് അമേരിക്കയെ തലയുയർത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ എനിക്ക് പ്രസിഡന്റായി വരുവാൻ സാധിച്ചത് യാദൃച്ഛികമല്ല, ദൈവഹിതമാണ്. വളരെ അഭിമാനമുണ്ട്. കാരണം 50 വർഷം പിൻപെടുമ്പോൾ ഈ സംഘടന ഇന്നും എല്ലാവരുടെയും പ്രിയങ്കരമായ സൗഹൃദത്തോടെയും സമാധാനത്തോടെയും ഈ സംഘടന മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ മലയാളികളായ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഇതിൻ്റെ സംഘാടകരെന്ന നിലയിൽ ഞങ്ങളെ പിരിഞ്ഞു വിട്ടുപോയവരുണ്ട്, ഇതിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഇത് അഭിമാന നിമിഷങ്ങളാണ് as we celebrate the golden jubilee. For me it is my lifetime honor to be the president of this organization at a time when we are celebrating the golden jubilee. ഞാൻ ഒരുപാട് സമയം സംസാരിക്കരുത് എന്ന് എനിക്ക് വാർണിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവരും എനിക്കറിയാം വയറ് നിറയെ ആഹാരം കഴിച്ച് പ്രസംഗം കേൾക്കാനുള്ള മൂഡിലല്ല. പക്ഷേ എങ്കിൽ പോലും പ്രോട്ടോക്കോൾ അനുസരിച്ച് ഐ ഹാവ് ടു സേ, ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഓണം എന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ് ജാതിമത ഭേദമന്യേ പച്ചയും മഞ്ഞയും ഒന്നും തോന്നാതെ എല്ലാവരും സൗഹൃദമായിട്ട് ആഘോഷിക്കുന്ന ഏക ആഘോഷം എന്ന് പറയുന്നത് ഇന്ന് ഒരു പക്ഷെങ്കിൽ മലയാളികൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ആഘോഷങ്ങൾക്കും കാട്ടിൽ മുൻനിരയിൽ നിൽക്കുന്ന ആഘോഷമെന്ന് പറയുന്നത് ഓണം തന്നെയാണ്. കാരണം ഇവിടെ നാം ഒന്നാണ്. നാം കഴിക്കുന്ന ആഹാരത്തിന് പോലും ഒരു യുണീക്ക്നെസ് ഉണ്ട്. വെജിറ്റേറിയൻ ആണ് അല്ലേ? പക്ഷെ ഇന്ന് കാലമൊക്കെ മാറി. ഇന്ന് കേരളത്തിൽ മദ്യവും മാംസവും മത്സ്യവും ഒക്കെ ഓണത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ മലയാളികളായ നമ്മൾ, അമേരിക്കയിൽ താമസിക്കുന്ന നമ്മൾ ആ ഗൃഹാതുരത്വം ഉണർത്തുന്നത് അതൊന്നും കൊണ്ടല്ല. കാരണം ഒരു മലയാളിയെ നിങ്ങൾക്ക് കേരളത്തിന് വെളിയിലേക്ക് കൊണ്ടുവരാം. എന്നാൽ കേരളം എന്ന് പറയുന്ന ആ കൊച്ചു സംസ്ഥാനത്തെ നിങ്ങൾക്ക് ഒരു മലയാളിയിൽ നിന്നും എടുത്തു കളയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നാം എല്ലാവരും ആ നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഓണം. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉള്ളതാണ്. കാരണം അത്രമാത്രം നമ്മൾ ആ നാടിനെ സ്നേഹിക്കുന്നു. കാരണം നാം അവിടെ ജനിച്ചു വളർന്നവരാണ്. പക്ഷെ in a way we were also able to instill in our youngsters. Even today if you see it, നമ്മുടെ യങ്സ്റ്റേഴ്സ് ഈ ഓണാഘോഷം നമ്മളെക്കാൾ കൂടുതൽ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. Really we as parents can be very proud of it. വെച്ചസ്റ്റർ മലയാളി അസോസിയേഷനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിനെ പടുത്തുയർത്തിയ പ്രസിഡന്റുമാര്, സംഘാടകര്, കമ്മിറ്റി അംഗങ്ങൾ, അവർക്കെല്ലാം ഇതൊരു അഭിമാന നിമിഷമാണ്. ഞങ്ങളോടൊപ്പം ഈ സന്തോഷ ദിവസം ആഘോഷിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം പലരും പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മുടെ സരസ്വനായി നിന്നുകൊണ്ട് അഭിമാനത്തോടെ പറയട്ടെ, നിങ്ങൾ പടുത്തുയർത്തിയ ഈ സംഘടന ഇന്നും ഇൻടാക്റ്റ് ആണ്. ഇപ്പോഴും ഇത് ശരിയായിട്ട് കേരളത്തിൻ്റെ അഭിമാനമായി, മലയാളിയുടെ അഭിമാനമായി, നാടിൻ്റെ അഭിമാനമായി, അമേരിക്കൻ മലയാളിയുടെ അഭിമാനമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് തുടക്കം കുറിച്ചവർക്ക് തീർച്ചയായിട്ടും അഭിമാന നിമിഷങ്ങളാണ്.
വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നാം ചെയ്യുന്നത്, ഇപ്പോൾ തന്നെ ഈ ആഘോഷങ്ങൾ നമ്മളിവിടെ പങ്കെടുക്കുമ്പോൾ ഏതാണ്ട് 5000-ൽ പരം ആളുകൾക്ക്, കേരളത്തിൻ്റെ വിവിധ അനാഥാലയങ്ങളിലെ കുട്ടികൾക്ക്, വാർദ്ധക്യത്തിൽ കഴിയുന്നവർക്കും നമ്മൾ ആഹാരം കൊടുക്കുന്നതിന് പല ഓർഗനൈസേഷൻസിനെയും നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കാരണം ചാരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിലുണ്ട്. നമ്മളിവിടെ സുവിശേഷമായിട്ട് കഴിയുമ്പോൾ സോറി, ഐ എം നോട്ട് വെരി കൺവേഴ്സൻറ്റ് വിത്ത് മലയാളം, ബട്ട് ഐ എം ട്രൈങ്, and according to the protocol, unfortunately I have to finish this speech in Malayalam only, so bear with me. So what I am saying is, കേരളത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് നാം. അതുപോലെ തന്നെ ഇന്ന് അമേരിക്കയിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരെ, ഹോമ ഫൊക്കാന സംഘടനകളുടെ നേതാക്കന്മാരെ സംഭാവന ചെയ്തിരിക്കുന്നതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സംഘടനയാണ് വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ. 1970 സ്ഥാപിതമായ ഈ സംഘടന ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നമുക്ക് നമ്മുടേതായ റൂഫില്ല എന്നുള്ളത് ഒരു കുറവൊഴിച്ചു കഴിഞ്ഞാൽ അംഗബലം കൊണ്ടും ആൾബലം കൊണ്ടും ഈ സംഘടന ഒരുപാട് മുൻനിരയിലാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒരുപാട് സംസാരിക്കാൻ സമയം ഇല്ല. കാരണം 1-2 പേരുണ്ട്, നിങ്ങൾ കലാപരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. സോ വൺസ് അഗെയിൻ ഐ വിഷ് യു എ വെരി വെരി happy Onam. Sit back, relax and enjoy the next couple of hours. Thank you so much for showing up this evening. Thank you. Inauguration speech ആണ് നമ്മുടെ ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റർ. I welcome Shelley Mayer to the stage. Well, good afternoon, and thank you so much for inviting me one more time to celebrate Onam together with the Westchester Malayali Association here in Portchester. I am so delighted to be part of this. I rushed across Westchester and I wanted to be here in time for the procession, but I'm so glad I got to see the dancing and the music and to be part of the celebration. To all my friends, all the leadership of the Westchester Malayali Association, to my friend Joseph, who always makes sure to let me know of every one of your events. Thank you for letting me be part of this beautiful, wonderful annual celebration of the harvest and all that is good that comes from the earth. I feel very, very fortunate. I'm so proud to represent Portchester for those of you who live here, and I am very, very delighted to be part of this again, to be fighting for every one of your children as the chair of the Senate Education Committee, and for making sure New York remains a safe and a healthy place for you to raise your family. Thank you, thank you, thank you.
ഓക്കെ, താങ്ക് യു സോ മച്ച്. 50 വർഷം ഈ സംഘടനയെ നയിച്ച ഇന്ന് ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാക്രിഫൈസസ് പലരും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം വി ചാക്കോയാണ് ഈ സംഘടനയ്ക്ക് തിരികൊളുത്തി ഭദ്രദീപം കൊളുത്തി തുടങ്ങിയത്. ഹി ഈസ് നോ മോർ വിത്ത് അസ്. പക്ഷെങ്കിൽ നമ്മുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘടനയെ തൻ്റെ കുട്ടികളെ പോലെ വളർത്തിയെടുത്ത ഇന്നീ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഏതാനും പേർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളാണ് നമ്മളോട് ഇന്ന് ഇല്ല, ഇവിടെ നമ്മൾ ഈ സമയത്ത് ഇല്ലാത്ത ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മളോടൊപ്പം ഇല്ല, കൊച്ചുമേൻ ടി ജേക്കബ്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയെയും നമ്മൾ ഈ 50 വർഷം നമ്മൾ തികയുമ്പോൾ ഈ സ്റ്റേജിൽ ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 4 സംഘടന FHS മലയാളി അസോസിയേഷൻ്റെ സംഘടനയിൽ പ്രവർത്തിച്ച 4 പേരെയും കൂടി അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി പെട്ടെന്ന് കൾച്ചർ പ്രോഗ്രാം തുടങ്ങുകയാണ്. സോ വിത്ത് ഓൾ ഡ്യൂ thanks for coming, thank you for coming, sir. So may I ask there is here baby Mrs. Baby Leela Chako, please. നമുക്ക് ഒരു വലിയ ആദരം കയ്യടിയോടുകൂടി സ്വീകരിക്കാം ഈ സംഘടനയുടെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് മാത്രമല്ല 1975, 76, 77 വർഷങ്ങളിൽ ഈ സംഘടനയെ നയിച്ച് ഇന്നിവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പുരുഷന്റെയും പുറകിൽ ഒരുപാട് സാക്രിഫൈസസ് ഉണ്ട്. അവരുടെ ആ വ്യക്തിയുടെ പ്രിയ പത്നിയിൽ അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സല്യൂട്ട് ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും എണ്ണിച്ചു നിന്ന് ഒറ്റ സെക്കൻഡ് ഗിവ് എ സ്റ്റാൻഡിംഗ് ഒവേഷൻ. ജസ്റ്റ് ഗിവ് എ സ്റ്റാൻഡിംഗ് ഒവേഷൻ. ഇത് അഭിമാന നിമിഷമാണ്. ഇന്ന് ഈ സംഘടന 50 വർഷം തികയുന്നെങ്കിൽ എം വി ചാക്കോ ഭദ്രദീപം തെളിയിച്ച സംഘടന ഇന്ന് 50 എണ്ണമെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് ഈ സംഘടനയെ നയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് മിസസ് ലീലാമ്മ ചാക്കോ. അഭിമാനമുണ്ട്. അദ്ദേഹത്തെ ഞങ്ങളിപ്പോൾ ആദരവോടെ പൊന്നാടി അണിയിക്കുകയാണ്. ഹോണറബിൾ ഷെല്ലിമേ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിസസ് അന്നമ്മ ജേക്കബ്. കൊച്ചുമേൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സുപരിതരാണ്. മറ്റുള്ള പലരും ഉണ്ട് ഈ സംഘടനയിൽ, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ വ്യത്യസ്തമായി ഇന്ന് അവരോട് നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി മിസസ് അന്നമ്മ ജേക്കബിനെയും സ്നേഹാദരവുകളോടെ നാം ഇന്ന് പൊന്നാടി അണിയിക്കുന്നു. Give her a big hand. Mrs. Honorable Shelley Marys. Now, we have, as we celebrate the 50th year of this organization, we are also giving awards and recognizing certain outstanding individuals who have contributed their time and effort for this organization. അവരെ ഞാൻ സ്നേഹ ആദരവുകളോടെ വെസ്റ്റർ മലയാളി അസോസിയേഷന് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും സ്നേഹ ആദരവുകളോടെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ BOT ചെയർ മിസ്റ്റർ KJ ഗ്രെഗറി, പ്ലീസ് കം. മിസ്റ്റർ KJ ഗ്രെഗറി, നോ ജസ്റ്റ് വെയിറ്റ്. മിസ്റ്റർ J മാത്യു, സംഘടനയുടെ തലപ്പത്ത് പല പ്രാവശ്യം വന്നിട്ടുള്ള വ്യക്തിയാണ്. KJ ഗ്രെഗറി അത് തന്നെ. ഓക്കെ. മിസ്റ്റർ AD വർഗീസ്, സംഘടനയുടെ 2 പ്രാവശ്യം വന്നു, ഒന്നിലെ പ്രസിഡന്റായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ പ്ലീസ് പൊന്നാട അണിയിക്കണം. ഓരോരുത്തരെയും പൊന്നാട അണിയിച്ചിട്ട് പ്ലാക്ക് കൊടുക്കണം പ്ലീസ്. ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായ 2 വ്യക്തികളാണ് വരുന്നത്.
നമ്മുടെ വെസ്റ്റേൺ മലയാളീസ് കുടുംബമാണത്. ഞങ്ങളുടെ എല്ലാ ഈവൻറ്റുകൾക്കും ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ ഏറ്റവും അധികം കൂടുതൽ മീറ്റിംഗ് നടന്നിരിക്കുന്നത് അവരുടെ കുടുംബത്തിലാണ്. ഇന്ന് മഹാബലിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതും രാജ് തോമസ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഈ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റാണ്. ആ രണ്ടുപേരെയും സ്നേഹ ആദരവുകളോടെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Mrs. Elamarajan and Mr. Raj Thomas. Is he here? Yeah. Thank you so much. Let me read this song for you. One second. Golden Jubilee 2025 Lifetime Achievement Award presented to Raj Thomas and Elamarajan for your selfless contributions to WMA and your community. President Thomas Koshi, Secretary Nirish Shuman, Treasurer Alexander Varghese, Malayali Association of Westchester. Thank you. With that, once again, thank you so much. With that, you know that Honorable County Executive came little. I know that how busy he is. Saturday, honestly, this is their family time. I dragged him here. He doesn't come. Usually he doesn't go on Saturday. But I believe this is the first time you are coming into our organization, correct? Manchester Malayali Association. Give him a big round of applause. He started in 2007, I believe, 18 or 7, as a county board of legislators, and then he became the deputy county executive under George Latimer. Now in 2005, he was elected to the executive county. So now it's my great honor and a privilege on behalf of all of you to welcome Honorable County Executive Ken Jenkins, and also I'll ask him to please address the audience. Thank you. So first, good afternoon. Namaste. It's really a great privilege to be here with you. As for the county executive, being from 2025, January 6th, being appointed and being elected on February 11th, 2025, to be the first Black county executive in Westchester County history from 1683. The Westchester Malayali Association has done such a fantastic job to make sure to recognize all of the individuals that are here. Our great community has continued to hold up and support all of the values that we have here in Westchester County, all of the work that you do, from all of the professions and everything that you make sure to make Westchester better. We are going to continue with my colleague Shelley Mayer and all of our colleagues in government to make sure that we are holding up all of the values for everyone here in Westchester County. It's such an honor to be here with you this afternoon, and in recognition of all of the outstanding honorees, I would like to ask everyone to just make sure to give everyone a round of applause again for all of their outstanding contributions to the organization. Thank you so much and have a wonderful afternoon. Thank you so much. Thank you so much. Really, I serve on his Human Rights Commission board. I'm a member for the last 15 years, and also I serve on his housing board. Thank you so much for coming and be here in the midst of us, especially on a day where we are celebrating 50 years of this organization. It's not a small period. The 50 years we are completing today is our Golden Jubilee celebration. We are very fortunate to have him. Thank you so much. Thank you. We really appreciate it. Please.